ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒറീസയിൽ കുറേ ഉള്ളിലായിട്ട് ഒൾച്ചി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ്. ഇതൊരു ആദിവാസി ഗോത്ര സമുദായം താമസിക്കുന്ന ഒരിടമാണ്. കുറച്ച് കുടുംബങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ ഖോണ്ട് എന്ന ആദിവാസി ഗോത്ര സമുദായത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു ആദിവാസി ഊരിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മോടൊപ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെയുണ്ട്. കഴിഞ്ഞ യാത്രയിലും ഇവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, പ്രകാശും അതോടൊപ്പം തന്നെ പങ്കജും. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ യാത്രയുടെ വഴികാട്ടികൾ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാടിന് നടുവിലുള്ള ഒരു ആദിവാസി ഊരിലാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വൃക്ഷനിബിഡമായ മലനിരകൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഈ ഒരു ആദിവാസി ഊരുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. നമ്മൾ ഈ ഒരു ഊരിലേക്ക് എത്തിയപ്പോഴത്തേനും അധികം ആൾക്കാരൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഏകദേശം 20 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഈ ഒരു സമയത്ത് ജോലിക്കായിട്ട് അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് അധികം കാണാൻ സാധിക്കാത്തത്. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ ഒരു ആദിവാസി ഗോത്ര സമുദായം താമസിക്കുന്ന ഇടത്തൊക്കെ പോയിരുന്നല്ലോ. നമ്മൾ അവിടെ കണ്ടതിലും വെച്ച് ഇവിടുത്തെ വീടുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ പാറ്റേണിലാണ് ഇവിടുത്തെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നമ്മൾ നടന്നു വരുന്നത് ഒരു പ്രധാന വഴി. ആ പ്രധാന വഴിയുടെ ഇരുവശങ്ങളിലായിട്ടാണ് ഇവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒട്ടുമിക്ക വീടുകളുടെയും മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് സിമൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുകൂടാതെ തന്നെ അതിൽ കുറച്ച് വീടുകൾ മാത്രമേ ഓടുമേഞ്ഞ വീടുകളായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന സിമൻറ്റ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ ഓടുമേഞ്ഞ വീടുകൾക്കൊക്കെ മുന്നേ, അതായത് ഒരു 10 വർഷം മുൻപേ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിച്ചിരുന്നത് പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു. 10 വർഷം മുന്നേ ഈ ഭാഗങ്ങളിലേക്ക് വഴിയുമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന വീടുകളൊക്കെ പുല്ലുമേഞ്ഞവയുമായിരുന്നു. നമ്മളിപ്പം കടന്നു വന്ന വഴിയാണെങ്കിൽ പോലും വളരെ ചെറിയ വഴിയാണ്. എന്നാലും ഈ സമീപകാലത്ത് നല്ല രീതിയിൽ ടാർ ചെയ്ത് മനോഹരമാക്കിയ വഴികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാട്ടുപാത പിന്നിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നതും. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് വൃക്ഷനിബിഡമായ മലനിരകളുള്ള വനപ്രദേശമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വീടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ പാറ്റേണിലാണ് ഇവിടുത്തെ വീടുകൾ പണിതിരിക്കുന്നത്. എല്ലാ വീടുകളും വളരെ ചെറുതും അതോടൊപ്പം തന്നെ ഓരോ വീടുകൾ തമ്മിൽ വേർതിരിക്കുന്നത് ഒറ്റ ചുമരുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ വീടുകളുടെ ചുമരുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ചുമരുകൾ മണ്ണുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ തേച്ച് മിനുസപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വീടുകൾ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ വീടുകൾ കാണുമ്പോഴത്തേനും നമുക്കൊരു കൗതുകമാണ്. നമ്മൾ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കാലങ്ങൾ മുന്നോട്ട് പോകും തോറും ഈ വീടുകളൊക്കെ ഇല്ലാതായിട്ട് നല്ല നല്ല കോൺക്രീറ്റ് വീടുകളൊക്കെ ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 20 വീടുകളാണ് ഇവിടെ ഉള്ളതെന്ന്. ആ വീടുകളുടെയൊക്കെ കളർ നോക്കുകയാണെങ്കിൽ സമാനമായ ചായങ്ങളാണ് ഓരോ വീടുകൾക്കും ഇവിടെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീടുകളുടെ നിലം നോക്കുകയാണെങ്കിൽ കുറച്ച് വീടുകളൊക്കെ സിമെൻറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ കുറേ വീടുകൾ ചാണകം, കരി, മണ്ണ് ഇതെല്ലാം കൂടെ ചേർത്തൊരു മിശ്രിതം തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് തറയിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഈ വീടുകൾക്ക് മുന്നിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തിണ്ണ കാണാൻ സാധിക്കും. അതായത് വൈകിട്ട് സമയങ്ങളിൽ അവർക്ക് ഇവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും സംസാരിക്കാനൊക്കെ ആയിട്ട് അവരിങ്ങനെ ആ ഒരു തിണ്ണ പണിതിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ യാത്രയിലും അല്ലെങ്കിൽ അതിന് മുന്നത്തെ യാത്രകളിലൊക്കെ ഒരുപാട് ആദിവാസി ഊരുകളൊക്കെ സന്ദർശിക്കുകയുണ്ടായി. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ഊരുകളും വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണെങ്കിൽ പോലും എത്ര ഭംഗിയായിട്ടാണെന്നറിയോ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും അവരവരുടെ തനതായ രീതിയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാണകം മെഴുകിയിരിക്കുകയാണ്. അതായത് ഇവരുടെ വീടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അവരെല്ലാം ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ജലസ്രോതസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ 2 പൈപ്പ് കണക്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് പഞ്ചായത്ത് നൽകിയിരിക്കുന്ന ബോർവെൽ പൈപ്പ് കണക്ഷനാണ്. അതുകൂടാതെ മറ്റൊരു പൈപ്പ് കണക്ഷൻ കാണാൻ സാധിക്കുന്നത് അത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മലയുടെ മുകളിൽ നിന്ന് ഏതോ ഒരു ഭാഗത്തു നിന്ന് വെള്ളം പൈപ്പ് വഴി കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അതിങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ലോസ് ചെയ്യാനുള്ള ടാപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരിവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിൽ പോയി കാണുന്നത് പോലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ തൊട്ടുപുറകിലായിട്ടും അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലേക്കായിട്ട് ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അതുകൂടാതെ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ആദിവാസി ഊരുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരോട് ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവർ നമ്മളോട് പറയുന്നത്
ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് 3 നേരവും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. അത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് കറികളൊന്നും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കില്ല. ഒരു കറി മാക്സിമം, അല്ലെങ്കിൽ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 കറി, അങ്ങനെ അത്രയും ചെറിയ ലളിതമായ രീതിയിലാണ് അവരുടെ ഭക്ഷണ രീതികൾ. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവരെല്ലാം നല്ല മെലിഞ്ഞ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ ശരീരം അങ്ങനെ ഇരിക്കാനായിട്ട് അവർ നല്ല അധ്വാനശീലരായ ആൾക്കാരാണ്. പാടത്തൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ചെറുതാണെന്നേ ഉള്ളൂ, പക്ഷേ ഈ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വീടുകളിലൊക്കെ ടി വിയും മറ്റും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഡിഷ് ആൻറ്റിനകളൊക്കെ നമുക്ക് ഇവരുടെ വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാരോട് ഈ വീടുകളെ സംബന്ധിച്ച് ചോദിച്ചു. അതായത് പുതിയ കോൺക്രീറ്റ് വീടുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതികളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പുതിയ വീട് സർക്കാർ കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാലും അവർക്ക് ഏറ്റവും താല്പര്യം ഇതുപോലത്തെ അവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള വീടുകൾ തന്നെയാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ ഈ വീട്ടിൽ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പോലും നല്ല തണുപ്പാണ് ആ വീടിനുള്ളിൽ. ഒരു കോൺക്രീറ്റ് വീട് വരുമ്പോഴത്തേനും നമുക്കറിയാം എത്രമാത്രം ചൂട് ആ വീടിനകത്തുണ്ടാകുമെന്ന്. അതൊക്കെ തന്നെയാണ് അവരുടെ പ്രധാന പരാതി. ഇങ്ങനത്തെ വീടുകളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ താമസിക്കാൻ പറ്റുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. നമ്മളങ്ങനെ ഇവരുടെ കൃഷിസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏക്കാ ഭയ്യ? लहसुन लहसुन गार्लिक है। हाँ गार्लिक गार्लिक है। ओके ओके। उड़िया क्या बोला? ओडिया में रसुणो बोलता है। റൊസുളു रसुणो റൊസൂണോ? हाँ रसुणो റൊസൂണോ. അപ്പോൾ ഒറിയയിൽ റൊസൂണോ എന്ന് പറയും. ഈ കാണുന്ന ഗാർലിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരു ഭാഗം കണ്ടു. ഈ ഏക്കാ ഭയ്യ? ये मटर बोलते हैं, मटर ग्रीन मटर। ഗ്രീൻ മട്ടർ. ഇത് മട്ടറാണ് കേട്ടോ. ഇതിപ്പോൾ അവർ നട്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് വലുതായി വന്നെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഗ്രീൻ മട്ടർ എന്നാണ് പറയുന്നത്. ഇതർ സൈഡ് ये कॉलीफ्लावर कैबेज। കോളിഫ്ലവർ ക്യാബേജ്. हाँ ഓക്കെ ഓക്കെ. ഇവിടെ കോളിഫ്ലവറും ക്യാബേജുമാണ് ഈ ഒരു ഭാഗത്തേക്ക് നട്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് पोटैटो पोटैटो और टोमेटो। പൊട്ടാറ്റോ ടൊമാറ്റോ. हाँ ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തക്കാളിയും കാണാം, അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് കാണാം. ടീക്കെ സീതാ സെയിം ഹേന? हाँ सेम है। അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരിവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. പൊട്ടാറ്റോ ഉണ്ട്, അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, മട്ടറുണ്ട്, പിന്നെ തക്കാളിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ വെജിറ്റബിൾ കൃഷിയും അതോടൊപ്പം തന്നെ നെൽകൃഷിയും. പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചെറുധാന്യങ്ങൾ നമുക്ക് കാണാം. അങ്ങോട്ട് അവരിങ്ങനെ വേലി കെട്ടി തിരിച്ചിരിക്കുക. അപ്പോൾ ഈ ഗ്രാമത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ കൃഷിസ്ഥലം നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ആ ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടതിന് ശേഷം നെൽകൃഷി ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറുഭാഗത്തായിട്ട് നെല്ലും അതോടൊപ്പം തന്നെ ചെറുധാന്യങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം ഇവർ ചെയ്യുന്നത്, ഇപ്പോൾ കൊയ്ത്ത് കാലമാണ്, അതുകൊണ്ട് തന്നെ പാടത്തു നിന്ന് കൊയ്ത് കഴിഞ്ഞ കറ്റ ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ അടുക്കി ശേഖരിച്ച് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവർ ചെയ്യുന്നത് ഈ നെല്ല് ഒരു വടി ഉപയോഗിച്ച് തല്ലി കറ്റയിൽ നിന്ന് നെല്ല് വേർതിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് കറ്റ ഇങ്ങനെ അടുക്കി വെക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മളുള്ളത് ഒഡീഷയിലെ പറോജ എന്ന ഗോത്രവർഗ ഗ്രാമത്തിലാണ്. ഒഡീഷ സംസ്ഥാനത്ത് ധാരാളം ഗോത്രവർഗ വിഭാഗങ്ങളാണ് താമസിക്കുന്നത്. അതിലൊന്നാണ് ഈ പറോജ ഗോത്രവർഗ സമുദായവും. പറോജ ഗോത്ര സമുദായക്കാർക്ക് ഒഡീഷയിലുള്ള മറ്റു ഗോത്ര വിഭാഗക്കാരുമായിട്ടൊക്കെ കുറച്ച് സാമ്യമുണ്ടെങ്കിലും കുറേ വ്യത്യസ്തവും കൂടിയാണ് അവരുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ മറ്റ് ചടങ്ങുകളുമൊക്കെ. പറോജ ഗോത്രക്കാരുടെ ഭാഷ പാർജി എന്നതാണ്.
അത് ആ വിഭാഗക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. പറോജ വിഭാഗക്കാർ ഒഡീഷയിൽ മാത്രമല്ല ഉള്ളത്, അവർ സമീപ സംസ്ഥാനങ്ങളായിട്ടുള്ള ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ ഉണ്ട്. പറോജ വിഭാഗക്കാർ നമ്മളിപ്പോൾ ഉള്ള ഒഡീഷയുടെ കൊരാപുട്ട് പ്രദേശത്ത് ധാരാളമായി കണ്ടുവരുന്നു. ഈ ഗോത്ര വിഭാഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷി തന്നെയാണ്. പക്ഷേ മുൻകാലങ്ങളിൽ അവർ വനത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. അക്കാലങ്ങളിൽ അവർ വനത്തിൽ വേട്ടയ്ക്ക് പോവുകയും അതുപോലെ തന്നെ വനത്തിലുള്ള വിഭവങ്ങളൊക്കെ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗോത്രത്തിലുള്ളവർ കൃഷിയും കന്നുകാലി വളർത്തലും പിന്നെ കൂലിപ്പണിക്കുമൊക്കെ പോയി വരുന്നുണ്ട്. പിന്നെ മറ്റ് ഗോത്ര വിഭാഗക്കാരിൽ നിന്ന് പറോജ വിഭാഗത്തെ വ്യത്യസ്തമാക്കുന്നതിൽ പ്രധാനം അവരുടെ ഊരിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഉണങ്ങുന്നതുവരെ ഈ ഗ്രാമക്കാരെല്ലാവരും തന്നെ പൊല ആചരിക്കാറുണ്ട്. പിന്നെ ഈ ഗോത്രക്കാരുടെ പ്രധാനമായിട്ടുള്ള ആഘോഷങ്ങൾ അവരുടെ ഊരിൽ ഒരു പെൺകുട്ടി വയസ്സറിയിച്ചാലും പിന്നെ വിവാഹ ചടങ്ങുകളുമൊക്കെയാണ്. എല്ലാ ഗോത്ര വിഭാഗങ്ങൾക്കും എന്ന പോലെ തന്നെ പറോജ ഗോത്ര വിഭാഗത്തിനും അവരുടേതായ ഊരുമൂപ്പന്മാരുണ്ട്. അവരെ മുദൂലി എന്നാണ് വിളിക്കാറ്. ഈ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ നേതൃത്വം ഈ ഊരുമൂപ്പന്മാർക്ക് തന്നെയാണ്. അവരുടെ നിർദ്ദേശാനുസരണവും അവരുടെ കാർമ്മികത്വത്തിലുമാണ് ഇവിടെയുള്ള എല്ലാ ചടങ്ങുകളും സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും. പിന്നെ ഈ പറോജ ഗോത്ര വിഭാഗക്കാർക്ക് അവരുടെ വിവാഹത്തോടനുബന്ധിച്ചും മറ്റ് ഉത്സവങ്ങളോടനുബന്ധിച്ചുമൊക്കെ പരമ്പരാഗതമായ സംഘനൃത്തങ്ങളും അവരുടേതായ ഭാഷയിൽ പാട്ടുകളുമൊക്കെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഉത്സവങ്ങളോടും വിവാഹങ്ങളോടും അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ നൃത്തവും പാട്ടുമൊക്കെ പുലരുവോളം നീളുന്നതാണ്. ഇനി ഈ ഗോത്രത്തിലുള്ളവരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗോത്രത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഖോണ്ട് ഗോത്ര വിഭാഗക്കാർ ചെയ്യുന്നത് പോലെ അവരെ ഭൂമിയിൽ കുഴിയെടുത്ത് അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരണത്തോടനുബന്ധിച്ച് അവർ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, അവർ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ പൊല ആചരിക്കാറുമുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ക്ഷാമം അല്ലെങ്കിൽ പഞ്ഞ മാസങ്ങളിലൊക്കെ ഈ ഗോത്ര വിഭാഗക്കാർ സമീപത്തുള്ള വനപ്രദേശങ്ങളിലേക്ക് പോയി വനവിഭവങ്ങളും കാട്ടുകിഴങ്ങളുമൊക്കെ ശേഖരിക്കുകയും അവയൊക്കെ ഭക്ഷിക്കുകയും പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ പുറത്തുള്ള ചന്തകളിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പൊതുവായ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമങ്ങളും അവരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 10 കൊല്ലം മുന്നേ ആയിരുന്നു നമ്മളിവിടെ എത്തപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് ധാരാളം വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളീ കാണുന്ന അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും അവരുടെ തനതായിട്ടുള്ള നൃത്തരൂപങ്ങളും എല്ലാം തന്നെ കാലത്തിൻ്റെ കുത്തൊഴുകിൽ ഒഴുകി പോകാനുള്ള സാധ്യത 100% ഉറപ്പാണ്. അതുതന്നെയാണ് നമ്മൾ ഓരോ ഗോത്രവർഗ്ഗ ഗ്രാമങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. ഇതൊരുപക്ഷെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യം കൂടിയാണ്. അവരുടെ സംസ്കാരങ്ങളും അവരുടെ തനതായ ജീവിത രീതികളും അവരുടെ നൃത്തരൂപങ്ങളും എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ കൂടിയും ഈ ഗോത്ര വിഭാഗക്കാർ ഒരു ഷോ പീസായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ എന്നും നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് എന്നെന്നും നിലനിൽക്കാനും പാടില്ല. അവരും മുഖ്യധാരയിലേക്ക് വന്ന് ആധുനിക സമൂഹത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളുമൊക്കെ ആസ്വദിച്ച് ജീവിക്കേണ്ടവരാണ്. പറോജ ഗോത്രക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ മോശം തന്നെയാണ്. നമ്മൾ ഗ്രാമത്തിലെത്തിയപ്പോൾ പല കൊച്ചുകുട്ടികളെയും സ്കൂളിൽ പോലും അവർ അയക്കുന്നില്ല. അതേ സംബന്ധിച്ച് നമുക്ക് വഴികാട്ടികളായി വന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ഈ ഗ്രാമീണർക്ക് വലിയ ധാരണയൊന്നുമില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വളരെ കുറവ് തന്നെയാണ്. ഇതോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഈ ഗ്രാമത്തിനോടനുബന്ധിച്ച് കുറേ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊന്നും അവിടെ എത്തിച്ചേരാത്തത് കൊണ്ട് ആ സ്കൂളുകളൊക്കെ പൂട്ടിപ്പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പറോജ ഗോത്ര വിഭാഗക്കാരുടെ ഓൾച്ചി ഗ്രാമത്തിൽ നമ്മൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ. അങ്ങനെ ഒൾച്ചി എന്ന പൊർജ ആദിവാസി ഗോത്ര സമൂഹം താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങിയാണ്. അത്യാവശ്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ യാത്ര തുടങ്ങിയ പിന്നെ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശാണെങ്കിലും ഇപ്പോൾ ഒഡീഷയാണെങ്കിൽ പോലും ആദിവാസി ഊരുകൾ സന്ദർശിക്കുകയും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത് ഇതുപോലത്തെ എൻ്റെ ഇപ്പോൾ ഇടത്തും വലത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പങ്കജും അതോടൊപ്പം തന്നെ പ്രകാശും. ഇങ്ങനത്തെ കുറേ സുഹൃത്തുക്കൾ പല യാത്രകളിൽ നമ്മൾ പരിചയപ്പെടുകയും അവരുടെയൊക്കെ സഹായത്താലാണ് നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ആദിവാസി ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന വാസസ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ വൈവിധ്യമാർന്ന ഭാഷകളും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭക്ഷണ രീതികളൊക്കെ നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഇടം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഭാഷ തന്നെയാണ്. അവരുടെ തനതായ ഭാഷകൾ നമുക്കറിയില്ല. ഏതെങ്കിലും തദ്ദേശികളായ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ സാധ്യമാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇരുവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഭയ്യ, താങ്ക് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മൾ ഇവിടെ ഒരു ഫാദറാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളതെന്ന്. അച്ഛൻ്റെ പേര് സിലു എന്നാണ്. ഇടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നില്ലേ, അപ്പം നിങ്ങൾ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, വാസസ്ഥലങ്ങളൊന്നും കാണിക്കാറില്ല എന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രീസ്റ്റ് ഹൗസിലാണ്. അച്ഛനിവിടെ താമസിക്കാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്ന റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. അത്യാവശ്യം നല്ല റൂമാണ്, 2 കട്ടിലൊക്കെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അച്ഛനിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ സിലു അച്ഛനെ പരിചയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനും ഇവിടുത്തെ ആദിവാസി ഊരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിന് തിരക്ക് കാരണം നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഇന്നെന്തായാലും അദ്ദേഹത്തിന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛന് 40 വർഷത്തോളമായിട്ട് ഒറീസയിൽ ഉള്ള ആളാണ്. അപ്പോൾ അച്ഛൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇനി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ കാണാം. അതോടൊപ്പം തന്നെ മനോഹരമാണ് ഈ ഒരു കോമ്പൗണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പ്രധാന ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം പൂക്കൾ അല്ലെങ്കിൽ ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അതൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ മറ്റൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഒരുപാട് ചോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം വിളവെടുപ്പിൻ്റെ സമയമാണ്. വിളവെടുത്ത് പ്രീസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ആ ചോളമൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചു വരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ പിന്നെ പരിചയപ്പെടുത്താനായിട്ട് ഈ ഒരു യാത്രയിൽ സാധിക്കില്ല. കാരണം നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന ഇടവും കൂടി നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും നമ്മളിതൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ ജസ്റ്റ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതും കൂടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം കേരളത്തിലെ ഇടുക്കി ജില്ലക്കാരനാണ്. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛന് ക്യാമറയുടെ മുന്നിലോട്ടൊക്കെ വരാനായിട്ട് വളരെ സങ്കോചമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ക്യാമറയുടെ മുന്നിൽ വരാൻ എന്തെങ്കിലും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ ഈ ക്യാമറയുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനെ സമാധാനിപ്പിച്ചു, അച്ഛൻ ഒന്നും പേടിക്കണ്ട, നമ്മളിവിടെ ഇരുന്ന് ഇതായി പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ കഴിച്ച് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചാൽ മതി എന്ന്. അച്ഛന് എത്ര വർഷമായി ഇവിടെ എത്തിയിട്ട്? ഒറീസയിൽ ഇപ്പോൾ 40 വർഷം കഴിഞ്ഞ് 41 വർഷമാണ്. 41 വർഷമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എത്തി. 17 വയസ്സായപ്പോൾ. 17 വയസ്സായപ്പോഴും ആയില്ല, ഇവിടെ വന്ന പിന്നെ 17 വയസ്സായി. 17 വയസ്സായി. അപ്പോൾ ഇവിടെ ആയിരുന്നു, ഒറീസയിലായിരുന്നു സെമിനാരി പഠനവും ഒക്കെ. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോന്നു. ബാക്കി പഠനങ്ങളൊക്കെ ഒറീസയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ആയിട്ട്, നാഗ്പൂരൊക്കെ ആയിരുന്നു. അച്ഛൻ ഇവിടെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. സന്തോഷത്തോടെ. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. അച്ഛന് ഒരു സഹായം കൂടി മാത്രമേ ഉള്ളൂ. നാട്ടിൽ അച്ഛൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇടുക്കി രൂപതയിലെ വാഴത്തോപ്പ് ഇടവക. ഇടുക്കി ഡാമിൻ്റെയൊക്കെ അടുത്ത വീട്. ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ? അച്ഛൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും ഈ ഭാഗത്തായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നത് അന്ന് ഗജപതി റായഗഡ ഇതൊക്കെ ഈ കൊരാപ്പൂട് ജില്ല ഒരു ജില്ല ഇന്ന് 5 ജില്ലയാണ്. ഓ, അത് ശരി. അന്നത്തെ ഒറ്റ ജില്ല ഇന്ന് 5 ജില്ലയാണ്. അപ്പം അന്ന് ഇത് കേരളത്തിൻ്റെ 3 ഇരട്ടിയാണ് ഈ കൊരാപ്പൂട്ട് ജില്ല എന്ന് പറയുന്നത്. അത് ശരി. അപ്പോൾ അത്രയും വലുതാണ്. അപ്പോൾ ഇവിടെ ഒന്നും വഴിയൊന്നുമില്ല, ഇന്ത്യനായിട്ട് വഴികളൊന്നുമില്ല. മെയിനായിട്ട് 1, 2, 3 വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ആൾക്കാരിങ്ങനെ കഷ്ടപ്പെടും. അത് നമ്മൾ ആൾക്കാർക്ക് അന്നും സന്തോഷം, ഇന്നും സന്തോഷം. കാരണം ആവശ്യങ്ങളിലൂടെ ആൾക്കാർക്ക് വളരെ കുറവല്ലേ. അവരന്നു വേണ്ടി പൊതുവെ ഗോത്രവർഗ്ഗക്കാരാണോ? അവിടെ എല്ലാം ഗോത്രവർഗ്ഗക്കാർ, അല്ലെങ്കിൽ ആദിവാസികൾ. ടൗണുകളിൽ മാത്രം ബിസിനസ്സുകാരൊക്കെ ഒന്നെങ്കിൽ ആന്ധ്രയിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളാണെങ്കിലും ചില കൂട്ടരുണ്ട് ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ളവർ. അവരാണ് ടൗണുകളിലൊക്കെ ബിസിനസ്. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ കൂടുതൽ അവർ അങ്ങനെയുള്ള ആൾക്കാരെ കാണുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു മതവും ഇല്ല. ഒരു മതം അവർക്ക് എന്താ ഈ ലോകമായിട്ടുള്ള മറ്റൊരു മതമായിട്ട് യാതൊരു ബന്ധവും. അവർ ഹിന്ദുക്കളും അല്ല, ക്രിസ്ത്യാനിയും അല്ല, മുസ്ലിംസും അല്ല, ആരുമല്ല. അങ്ങനെ ജീവിക്കുന്ന അവർക്ക് അനിമിസ്റ്റാണ്. അവർക്ക് അവരുടെ ആ കൃഷി സമയമാകുമ്പോൾ പോയി ഒരു കോഴിയൊക്കെ വെട്ടി ഒരു പൂജയൊക്കെ ചെയ്ത് അത് അവർക്ക് അത്രേ ഉള്ളൂ അവരുടെ പരിപാടി. പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ കുറേ ആട്ടം. നമ്മുടെ നാട്ടിലൊക്കെ ആദിവാസികളൊക്കെ ആടുന്ന പോലെ ഒരു ചിലപ്പോൾ രാത്രി മുഴുവൻ ഡാൻസ് ആയിരിക്കും. കല്യാണങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ജോറാണ് അവർക്ക്. ഇവിടെ ഈ ഭാഗത്ത് എത്ര ഗോത്ര വിഭാഗക്കാരുണ്ട്?
ഇവിടെ കൂടുതലായിട്ട് ഈ ഏരിയയിൽ കൂടുതലായിട്ട് പൊർജാസ്, കോൺസ്, പിന്നെ ഹരിജൻസ് ഉണ്ട്. ഹരിജൻസ്, പിന്നെ പൈക്കോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഗോത്രവർഗ്ഗക്കാരാണോ അതോ? ഇല്ല, അവരൊക്കെ ജനറൽ ആയിട്ട് വരുള്ളൂ. ഓക്കെ. ഗോത്രവർഗ്ഗക്കാരായിട്ട് ഇവിടെ ഉള്ളത് കോൺസും പൊർജാസും. പിന്നെ കോൺസ് അല്ലേ? കോൺസ് കോൺസ് എല്ലായിടത്തും ഉണ്ട്. ഈ സൗത്ത് ഒറീസ മൊത്തം കോൺസ് ഉണ്ട്. അതുപോലെ ഈ കാക്കരിഗുമ പ്രദേശത്തിന് ഒരു സവിശേഷത ഉണ്ടല്ലോ. ഈ കാക്കരിഗുമ ഒറീസയിലെ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ തണുപ്പ് കൂടിയ സ്ഥലമാണ്. ഇന്ന് രാവിലെ ഇവിടെ 9 ഡിഗ്രി ആയിരുന്നു. ശരി. ഇന്ന് രാവിലെ ഞങ്ങൾ കാറെടുത്തപ്പോൾ കാറിനകത്ത് കാണിച്ച് 9 ഡിഗ്രി സെൽഷ്യസ് രാവിലെ കാണിച്ചു. അത്രയും തണുപ്പായിരുന്നു. അച്ഛൻ നമ്മളുമായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ മഞ്ഞ് വീഴും. അത് ഡിസംബർ എൻഡ് ആകുമ്പോഴത്തേക്കും ജനുവരി മഞ്ഞ് വീഴും ശരിക്കും. മഞ്ഞല്ല, നേരം വിളക്കുമ്പോൾ ഈ പറമ്പ് മുഴുവൻ മഞ്ഞായിരിക്കും, വെളുത്തായിരിക്കും ഇരിക്കുന്നത്. അത് ശരി. അതുപോലെ അപ്പോൾ മൈനസ് പോകും. -3 വരും ഇവിടെ. 3 പക്ഷേ സമ്മറില്ല. ഓ, സമ്മർ ഇവിടെ ഏറ്റവും കൂടുതൽ 25-26 വരുള്ളൂ. അച്ഛൻ്റെ ഏത് സഭയാണ്? സഭ ഞങ്ങളുടെ ഇവിടുത്തെ രൂപതയാണ്, റായഗഡ രൂപത. അതായത് ഇവിടെ ഒറീസയിൽ 6 രൂപതയുണ്ട്. അതിൽ ഒരു രൂപ നമ്മുടെ ഇടുക്കി, കോതമംഗലം, ചങ്ങനാശ്ശേരി, പാല എന്നൊക്കെ പറയുന്ന പോലെ. നാട്ടിലോട്ടൊക്കെ അച്ഛൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ടോ? നാട്ടിൽ അമ്മയുണ്ട്. അമ്മയുള്ളപ്പം ഇടയ്ക്കിടയ്ക്ക് 4 മാസത്തേക്ക് ചെന്നേക്കണമെന്ന ഓർഡർ. ചെല്ലാൻ ഒരൊന്നും വേണ്ട, 4 ദിവസം നിന്നാൽ മതി. 4 ദിവസം ഒന്ന് കണ്ട് അത് കഴിയുമ്പോഴത്തേനും മറന്നുപോകും. അതുകൊണ്ട് പിന്നെ ചെല്ലും. മമ്മിക്ക് 87 വയസ്സായി. അപ്പോൾ ചെല്ലും, കാണും, 4 ദിവസം നിന്നിട്ട് തിരിച്ചു പോരും. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കറി മസാല ഞാനിവിടെ നിന്നും വാങ്ങിക്കാറില്ല. എല്ലാം നമ്മുടെ നാട്ടിലെ ഇടുക്കിയിലെ മസാലകളാണ്. എല്ലാം കൊണ്ടുവരും. നമ്മൾ കുഴപ്പമില്ല. ഇത്രയും നാളും വലിയ പള്ളികളിലായിരുന്നു. ഇതിപ്പോൾ ചെറിയ കുറച്ച് നാളൊക്കെ റെസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ റെസ്റ്റല്ല, ചെറിയ രീതിയിലാക്കി. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ 50 കിലോമീറ്റർ ദൂരെ പോയി ഒരു കുർബാനയിലിട്ട് 50 കിലോമീറ്റർ രാവിലെ ഒരു കുർബാന, അവിടെ ഇവിടെ വന്ന വഴിക്ക് വേറെ കുർബാന. ശരി. അതുകൊണ്ട് രസമാണ്. ഞായറാഴ്ച നല്ല രസമാണ്. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെത്താനുണ്ട്. കൃഷിയൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ കഴിയും. കൃഷി രാവിലെ പ്രാർത്ഥന, വൈകിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയും. നമ്മൾ അച്ഛനുമായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹത്തിന് ഡ്രൈവിങ് ഭയങ്കര ഹരമാണെന്നാണ്. 1000 കിലോമീറ്ററൊക്കെ അദ്ദേഹം ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിച്ചിരുന്നു എന്നുള്ള കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എത്രയോ ദൂരെയൊക്കെ വണ്ടികൾ ഓടിച്ച് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിൽ ഒറ്റ സ്ട്രെച്ചിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. എനിക്ക് അതുകൊണ്ട് ഞാനിവിടുന്ന് രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 1650. 1650 കിലോമീറ്റർ. 1650 കിലോമീറ്റർ ഒക്കെ അച്ഛൻ ഒറ്റയടിക്ക് ഓടിക്കും. തന്നെ ഓടിക്കും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അച്ഛൻ ഓടിച്ചു വന്നതാണ്. കഴിഞ്ഞ ആഴ്ച എത്ര ദൂരം ഉണ്ടായിരുന്നു? 1900 കിലോമീറ്റർ. അത് ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ബ്രേക്ക്. അത് ആദ്യ ദിവസം 900 കിലോമീറ്റർ, രണ്ടാം ദിവസം 800 കിലോമീറ്റർ ഓടിച്ചു. രണ്ടാം ദിവസം 900 കിലോമീറ്റർ ഓടി. ശരി. പിന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബൈക്കിൽ നാട്ടിൽ പോകും. പണ്ട് ഈ ബൈക്ക് കൊണ്ട് ഞാൻ പോയിട്ട് 2 പ്രാവശ്യം. 1600 കിലോമീറ്റർ. അതൊക്കെ ഒരു ഹരവാ. ഇപ്പൊ അങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഞാനൊരു ദിവസം ഇവിടെ ദാന്തരിങ്കിൽ നിന്ന് ദാന്തരി ഞങ്ങളൊരു മാതാവിൻ്റെ ഒരു വലിയൊരു പിൽഗ്രിം സെന്റർ ഉണ്ട്. അവിടുത്തെ അച്ഛൻ അവിടെ ഇരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഈ മാൽക്കാങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ ഒരു പള്ളിയിലെ ഒരു വെഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ വിളിച്ചു എന്നെ. അപ്പോൾ ഞാൻ രാവിലെ അവിടുന്ന് ബൈക്കുമായിട്ട് ഇറങ്ങി. എത്ര ദൂരമുണ്ട്? അവിടുന്ന് ഞാൻ ബൈക്കുമായിട്ട് ഇറങ്ങി. അവിടെ ചെന്ന് നോക്കിയപ്പം 550 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അതേ രൂപതയുടെ ഈ പള്ളിയിലേക്ക് 550 കിലോമീറ്റർ ഓടി. അതും വഴി എന്ന് പറഞ്ഞാൽ അന്നൊരു ജീപ്പിന് പോകാനുള്ള വീതി ഒരു 3 മീറ്റർ വഴി അന്നുള്ളൂ. 3 മീറ്റർ വഴിയാണ് മൊത്തം ഒറീസ മുഴുവൻ. അതിൽ കൂടുതൽ വീതിയുള്ളൊരു വഴിയില്ല. അപ്പോൾ അതും കട്ടവും വഴികളൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഈ 550 കിലോമീറ്റർ നമുക്ക് ഒരു ദിവസം ഓടിക്കാമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നത്. അങ്ങനെ ചിന്തിച്ച് പോയത്. അങ്ങനെ ബൈക്കിൽ പോയതാണ്. ബൈക്കിൽ പോയി. അച്ഛൻ ഒറീസയിൽ 40 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 41 കൊല്ലം മുന്നേ ആണല്ലോ വന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ എത്തുമ്പോഴുള്ളൊരു അവസ്ഥ എങ്ങനെയായിരുന്നു ഒറീസയിൽ? പൊതുവെ ഇവിടെ ഞാൻ നോക്കിയിട്ട് കുറച്ച് ദാരിദ്ര്യം. ഒറീസ ഇപ്പം ഈ കാണുന്ന ഒറീസ എന്ന് പറഞ്ഞാൽ ഇപ്പം ദാരിദ്ര്യമൊന്നും ഒരിടത്തും അങ്ങനെയൊന്നും കാണാനില്ല. അതിന് സർക്കാരിൻ്റെ അരിയുണ്ട്. പിന്നെ ആൾക്കാരാണെങ്കിലും ഇപ്പം ഈ ടിവിയും മൊബൈലിൻ്റെയൊക്കെ ഒരു ഇത് വന്നാൽ പിന്നെ ആൾക്കാരൊക്കെ ഇച്ചിരി പുരോഗതിയില്ലെന്ന് വെച്ചോ. പുരോഗതി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ഇന്നും വളരെ പുറകോട്ടാണ്. പക്ഷേ ആൾക്കാർക്ക് കൂലിയാണെങ്കിലും കൂടി. ഞാനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവിടെ 15 രൂപയ്ക്കാണ് കൂലിയുള്ളൂ ഒരു ദിവസം. നമ്മൾ നാട്ടിൽ നല്ല ചെറുപ്പത്തിൽ 2 രൂപ കൂലി
ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മ. ഞങ്ങളുടെ വീട്ടിൽ പണിയാൻ ഇടുക്കി ഞങ്ങളുടെ വീട്ടിൽ പണിയാൻ വരുന്ന ആണുങ്ങൾക്ക് 2 രൂപ പെണ്ണുങ്ങൾക്ക് 1 രൂപയായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ കൂലി 5-6 വയസ്സോ, അതായത് ഒരു 80-70-കളിൽ 70-72-കളിലൊക്കെ. അവിടെ നിന്നല്ലേ ഇപ്പോൾ കൂടി. അതേസമയം ഞങ്ങളിവിടെ ഒരു 84-90-ലൊക്കെ 2000-ലൊക്കെ വന്നപ്പം അന്നൊക്കെ ഇവിടെ 15 രൂപയൊക്കെ ഉള്ളൂ ഒരു ദിവസത്തെ കൂലി. അതും ഭക്ഷണമൊന്നും ഇല്ലാതെ. നമ്മുടെ നാട്ടിലെ പിന്നെ വയറെന്ന് വെച്ചാൽ ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. 2 രൂപയാണെങ്കിൽ പോലും 3 നേരം ഭക്ഷണം കിട്ടുമായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. അവരും രാവിലെ വന്ന് വൈകിട്ട് വരെ പണിത് അവർ വരുന്ന കഞ്ഞിയും ഒക്കെ ആയിട്ട് വന്ന് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ കൂലികളാണെങ്കിലും മെസ്തരിക്കാണെങ്കിലും 600-500 എന്നൊക്കെ ആയി. സാധാരണ പണിക്കാർക്കാണെങ്കിലും 200, 300 ആയി. പിന്നെ ആൾക്കാർക്കാണെങ്കിലും ഇപ്പം എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ട്. ഇപ്പം പണ്ടൊക്കെ ഒരു 100 രൂപ കണ്ട ഒരാൾ ഇവിടെ കാണുകയായിരിക്കും എനിക്ക് തോന്നി സൈഡൊക്കെ. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ 500 നോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം പൈസയുടെ കാര്യത്തിൽ വളർച്ച ഉണ്ടായി. റോഡുകളൊക്കെ നന്നായി. നവീൻ പട്നായിക്കിന്റെ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ പിന്നെ ഒറീസയൊക്കെ നല്ല റോഡായി. അവിടെ പോയി നമുക്ക് മടുപ്പില്ല. പിന്നെ വിദ്യാഭ്യാസം എന്നും വളരെ വളരെ പുറകിലാണ്. ടീച്ചേഴ്സ് ഒന്നും സ്കൂളുകളൊന്നും അങ്ങ് ഭംഗിയായിട്ട് പോകില്ല. ഗവൺമെൻറ് സ്കൂളുകൾ പിള്ളേരാണെങ്കിൽ ഉത്തരവാദിത്തമില്ല, ടീച്ചർമാർക്ക് ഉത്തരവാദിത്തമില്ല. പിള്ളേർക്ക് പഠിക്കണമെന്നുമില്ല, ടീച്ചർമാർക്ക് പഠിപ്പിക്കണമെന്നുമില്ല. അതുകൊണ്ടൊരു പക്ഷേ സർക്കാർ അതിന് വേണ്ടിയൊക്കെ ബിൽഡിങ്ങുകൾ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കുട്ടികൾ വരുന്നില്ല. അത് ഹോസ്റ്റൽ സിസ്റ്റം ഇല്ലാതെ പറ്റിയല്ല. വീടുകളിൽ നിന്ന് പോയി ഒരു പിള്ളേരും പഠിക്കില്ല. ഇവിടെ ഏത് കൊച്ചുങ്ങളാണെങ്കിലും എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ നിർത്തിയാലേ പഠിക്കുള്ളൂ. ശരിക്കും ഇവരെയും കൂടെ നമ്മൾ മുഖ്യധാരയെ കൊണ്ടുവരേണ്ടതല്ലേ? മുഖ്യധാരയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിദ്യാഭ്യാസം മാത്രമേ ഇതിന് വഴിയുള്ളൂ. അവർക്കും കൂടെ തോന്നണ്ടേ? നമുക്ക് ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോലും. അവർക്ക് തോന്നാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്വതന്ത്ര ചിന്ത ഇവരെ വളരെ കുറവാണ്. സ്വതന്ത്രമായിട്ട് എനിക്ക് നന്നാകണം എന്ന് വെച്ച് എനിക്ക് തന്നെ നന്നാകാൻ ഒരു രക്ഷയില്ല. അത് നമ്മൾ കാരണം ഇവിടെ വില്ലേജിലെ താമസം. ഇവിടെ ആരും നമ്മളെപ്പോലെ ഒറ്റപ്പെട്ട വീടുകളിലല്ല താമസിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കിട്ടിയിട്ടില്ലേ? അതേപോലെ എല്ലാവരും. അപ്പോൾ അവിടെ ഒരുത്തനൊരു വീട് വെക്കാൻ പോലും ഒരു നല്ല വീട് വെച്ചാൽ ചിലപ്പോൾ ആ വില്ലേജുകാർ മുഴുവൻ അവനെ വെറുക്കും. അങ്ങനെയാണ്. ചില പൈസ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ഒരു മീറ്റിങ്ങൊക്കെ കൂടി ഇവരവനെ നശിപ്പിക്കാനുള്ള പരിപാടി നോക്കും. ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വന്നാലും ഒരു ഹൈ ഫൈനൊക്കെ ഇടാൻ നശിപ്പിക്കും. അതുകൊണ്ട് ആൾക്കാർ പേടിച്ചിട്ട് ആ താളത്തിനൊത്ത് തുള്ളി അങ്ങ് പോകത്തേ ഉള്ളൂ. അവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് കൂടി ഒരു തീരുമാനം എടുത്താൽ തീരുമാനിച്ചു. അതിപ്പോൾ ഒരാളെ കൊല്ലാനാണെങ്കിൽ അവൾ കൊന്നിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ഞാനെന്നാ ഇതിനകത്തും കേൾക്കുന്നില്ല. അത് നോർത്ത് ഇന്ത്യ മൊത്തം എനിക്ക് അത് ശരിക്കും ഒരു ഗോത്ര ചിന്തയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഗോത്രമായിട്ട് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് പൊതു തീരുമാനങ്ങൾക്ക് അവന് വശംവദനാകേണ്ടി വരും. പൊതു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പൊതു തീരുമാനമാണെങ്കിൽ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ വില്ലേജിലെ പിള്ളേരെല്ലാവരും നേരം വെളുക്കുമ്പോൾ സ്കൂളിൽ പോയിക്കോണെന്ന് എന്തുകൊണ്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല? അതാണ് ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ അവർക്കില്ല. അതാ പറഞ്ഞത്, ആ ധാരണ ഇവർക്കില്ല. കാരണം ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ ഒരു വകുപ്പില്ല അവർക്ക്. അതുകൊണ്ടൊക്കെ ആയിരിക്കും സ്വതന്ത്ര ചിന്ത. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ അയൽവക്കാരൻ എന്ത് കാണിച്ചു? നമ്മുടെ ഇടുക്കിയിലൊക്കെയാണ് ഞങ്ങളുടെ വീട്. നേരം വെളുക്കുമ്പം എനിക്ക് 5 മണിക്ക് പണിയാൻ തോന്നുന്നു, ഞാൻ 5 മണിക്ക് പണിയാൻ പോകും. അവിടെ ഇവർക്കത് പറ്റൂല. പൊതുവായ ഇപ്പോൾ രാവിലെ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. അന്നത്തെ പണിയൊക്കെ ഉപേക്ഷിച്ചോടെ നിന്നോണം. അപ്പോൾ ആ ഒരു വില്ലേജിൻ്റെ എല്ലാ പ്രോഗ്രാമിനും എല്ലാവരും സഹകരിച്ചിരിക്കണം. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കല്യാണത്തിനാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെയൊക്കെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ചിലപ്പം 5 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം അതിന് വേണ്ടി നോക്കിയിരിക്കണം. അത് ശരി. നമ്മളിവിടെ വന്നപ്പോൾ കേട്ടത് ഈ ഒരു ഭാഗത്ത് നക്സലിസം അതൊരു വലിയ പ്രശ്നമായിരുന്നു എന്നാണ്. ഇപ്പം ഇല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം പഴയകാലത്ത് ഇവിടെ വലിയ പ്രക്ഷുബ്ധമായിരുന്നു നക്സൽ ആക്ടിവിറ്റി. ഈ ഏരിയയിലൊക്കെ ഈ ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന ഏരിയയിലായിരുന്നു ഇവരുടെ മെയിൻ സ്ട്രോങ് ആയിട്ടുള്ള. കാരണം ആന്ധ്രയിൽ ഇവർ തുടങ്ങിയത് നക്സലിസം ഉണ്ടായത് പോയി സ്ട്രോങ് ആയത് ആന്ധ്രയിലാണ്. അവിടുന്ന് അവർ തുരത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അവർക്ക് വന്നത് ഒറീസയിലെയും ഛത്തീസ്ഗഡിലെയും വനപ്രദേശം. ഇതെല്ലാം മുഴുവൻ വനപ്രദേശമാണ്. അന്നൊന്നും ഇതുപോലെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് വഴി ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണം ഈ നക്സലൈറ്റ്സ് ആയിരുന്നു. നക്സലൈറ്റ്സ് ഒരു വില്ലേജിലേക്ക് ഒരു വഴി ഉണ്ടാക്കി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ വണ്ടി കത്തിക്കും, സകല സാധനം കത്തിച്ച് കളയുമായിരുന്നു. പിന്നെ കോൺട്രാക്ടർമാരെ കൊല്ലും. അങ്ങനെയൊക്കെയാണ് ആരും ഇതിന് മുതിരുന്നില്ലായിരുന്നു. പോലീസൊക്കെ എല്ലായിടത്തും ഉണ്ട്, CRPF-കാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്, അതൊക്കെയുണ്ട്. 2007 ഒരു വെടിവെപ്പ് നടന്നു ഇവിടെ CRPF ആയിട്ട്. ആ സമയത്തൊക്കെ നക്സലൈറ്റിന്റെ മെയിൻ സമയമായിരുന്നു. 2010 വരെ 15 വരെയൊക്കെ 15 പേര് മരണപ്പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു.
ഇവിടെ നമ്മുടെ മൽക്കാങ്കരിക്ക് ഇപ്പോൾ ഒരു വണ്ടിക്ക് ഒരു ബോംബ് വെച്ചിട്ട് വണ്ടി ഒരു മലയുടെ മുകളിലാണ് പോയ വണ്ടി ഇരുന്നത്. ഒരു ആംബുലൻസ് ഇവരുടെ CRPF പോയ വണ്ടിയാണ്. പോയ വണ്ടി 8 പേരെ 10 പേരെ കൊണ്ട് മരിച്ചു. അതായത് റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ റോഡിനകത്ത് ബോംബ് കുഴിച്ചിട്ട് വന്നതാണ്. ഓ, അന്നേരം വണ്ടി അവിടെ എത്തുമ്പോൾ ഡിറ്റേൺ ആയിരിക്കും. അതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ പൊട്ടിക്കുന്നത്, അന്നേരമൊന്നുമല്ല. ഈ സാധനം ടാറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത്തരം അത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് വണ്ടി മലയുടെ മേളിൽ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് സിൽവച്ചനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങൾ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി നമ്മളോട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭയങ്കര സരസനാണ്. നമ്മൾ ക്യാമറയ്ക്ക് മാറി നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്രയും ബലം പിടിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ വളരെ രസകരമായ ദിവസങ്ങളാണ് ഞങ്ങൾക്ക് അച്ഛനുമായിട്ട് സഹവാസത്തിൽ നമ്മൾക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഇടയിൽ ഇങ്ങനെയുള്ള നമ്മുടെ മലയാളി സൗഹൃദങ്ങളും മലയാളി ആതിഥേയരുമൊക്കെയാണ് ഈ യാത്രയുടെ ആ ഒരു മടുപ്പിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ആതിഥേയനായിരുന്നു സിൽവച്ചൻ. ഇക്കാര്യത്തിൽ സിൽവച്ചന് വളരെ നന്ദിയുണ്ട്. നമസ്കാരം. Thank you. താങ്ക് യു.